എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് തായിഫിലെ ഒരു റോസ് ഫാക്ടറിയിലാണ്. ആ പുറകിൽ ഇഷ്ടംപോലെ റോസാ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റോസ് ഫാക്ടറിയാണ് നമ്മുടെ അടുത്ത്. നല്ല സുഗന്ധമാണെന്നറിയാം അവിടെ നിന്നിട്ട്. അതായത് റോസപ്പൂവും കൊണ്ട് നല്ല പരിമള തൈലം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. നമുക്ക് അതിനകത്തോട്ട് പോയി അതൊന്ന് പരിചയപ്പെടാം. ഓക്കെ. തായിഫിലെ റോസ് ഫാക്ടറിയാണിത്. ഇതാണ് റോസ് ഫാക്ടറിയിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നമുക്ക് പെർമിഷൻ കിട്ടിയാൽ കാണാൻ പറ്റും. ഏതായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. റോസയുടെ തോട്ടമാണിത്. ഇത് ഫുള്ള് റോസത്തോട്ടമാണ്. ഉണ്ടോ? അതിനകത്ത് ആൾക്കാരൊക്കെ പണിക്കാരുണ്ട്. അപ്പോൾ ഈ റോസയുടെ ഇവിടുന്ന് അതിൻ്റെ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിവിടെ. ഉണ്ടോ? ഫുള്ള് റോസയുടെ തോട്ടം. അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി, ഇത് മുന്തിരിയാണ്. പക്ഷേ ഇപ്പം സീസണല്ല, എന്നാലും മുന്തിരി നമുക്ക് ആയി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പം വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാം പൂവാകുന്ന സമയമാണ്. മുന്തിരിയുടെ ചെറുതായിട്ടുള്ള കൊല ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? ഇതാണ് മുന്തിരി. നിറച്ച് ചെറിയ കായ്കളുമായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് തായിഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ റോസിൻ്റെ തോട്ടമാണ്. നല്ല മണമാണ്, നല്ല റോസാപ്പൂവിൻ്റെ മണമാണ് ഇവിടെ. എൻ്റെ പണിക്കാരൊക്കെ അതിനിടയ്ക്ക് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള റോസാപ്പൂവിൻ്റെ എല്ലാ വിൽക്കാനായിട്ടുണ്ട്. നമുക്കത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. റോസ് വാട്ടർ, ഇത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് നമ്മുടെ സാമ്പ്രാണിക്ക് പകരം ഇതുപോലെ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് നല്ല അടിപൊളി നല്ല പൗഡറാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ റോസ് വാട്ടർ, അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് റോസ് വാട്ടർ വരുന്ന ചില രംഗങ്ങളാണിത്. റോസ് വാട്ടറാണിത്. ഫില്ല് ചെയ്ത് അതായത് നല്ല അടിപൊളി റോസ് അത്തറാണിത്. ചെറിയൊരു ഫാക്ടറിയാണ്. നമുക്ക് ഈ ഫാക്ടറിക്കകത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് അവരുടെ പ്രോസസ്സിങ് യൂണിറ്റാണ്. ഇവിടെ. അത് ഗ്യാസ് വെച്ച് കത്തിച്ചതാ. അടി നല്ല തീയാണ്, ബർണറാണ്. ബർണറാണ്. കണ്ടോ? ഈ ബർണറിൽ റോസാ പുഷ്പങ്ങൾ ഇട്ട് അതിനെ ആവിയാക്കി നമ്മുടെ നല്ലൊരു വാറ്റ് എന്ന് പറയാം, വാറ്റി എടുക്കുകയാണ്. അങ്ങനെ റോസപ്പൂ വാറ്റി അതിൻ്റെ നീരാവിയെ എടുത്ത് ഇപ്പുറത്ത് ബോട്ടിലാക്കുന്നതാണ് ആ റോസ് വാട്ടറും. നല്ല അത്തറ എന്തോ നല്ല മണമാണെന്നറിയാം ഇവിടെ നിൽക്കുമ്പം പുകയ്ക്കുന്നത് കൊണ്ട്. വാറ്റി വരുന്ന നല്ല അടിപൊളി അത്തറാണ് ഈ വരുന്നത്. ഇതിനൊക്കെ 10 റിയാലിന് അദ്ദേഹം ഇവിടുന്ന് തരികയാണ്. റോസ് വാട്ടർ, അതുപോലെ തന്നെ ആഫ്റ്റർ ഷേവ്,
അതുപോലെ തന്നെ പൗഡർ എല്ലാം 10 റിയാലാണ്. ഇത് ആഫ്റ്റർ ഷേവ് ആണ്. ആഫ്റ്റർ ഷേവ് പൗഡർ 10 റിയാലാണ്. 15-20 ഒക്കെ ഞങ്ങളെല്ലാവരും എടുക്കാമെന്ന് പറഞ്ഞു. അവർ 10 റിയാലിന് തരികയാണ്. ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ട് ഇതാ വീണ്ടും അടിപൊളി റോസത്തോട്ടമാണ്. ഇതാ നല്ല അതിവിശാലമായിട്ടുള്ള നല്ല അടിപൊളി ഒരു റോസത്തോട്ടമാണ്. നല്ല ഒറിജിനൽ നല്ല റോസപ്പൂ ആയതുകൊണ്ട് എന്തോ ഒരു പരിമളമാണെന്നറിയോ. ഇതാ അടിപൊളി ഒരു റോസത്തോട്ടത്തിലാണ്. അത് അവിടെ നമുക്ക് ഇരിക്കാനും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നാൽ കഴിക്കാനൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ഈ ഫാക്ടറിയുടെ സമീപത്ത് തന്നെ നമുക്കുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സജ്ജീകരണമാണ്. ഇതാ ഇവിടെ നമുക്ക് ഇരിക്കാം, വിശ്രമിക്കാം. ഇതാ വളരെ മനോഹരമായിട്ടുള്ള നല്ല തണൽ. ഇതാ മനസ്സിന് നല്ല സന്തോഷവും അതേപോലെ പരിമളവും ഒന്നിച്ച് കിട്ടുന്ന നല്ലൊരു സ്ഥലമാണിത്. ഇതാ ഇവിടെ നമുക്ക് ഇരിക്കാനും. ഇവിടെ ഷെഡൊന്നുമല്ല, നാച്ചുറലായിട്ടുള്ള തണലാണ് നമുക്ക്. ഇതാ നല്ലൊരു അത്തിയാണെന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ ഇരുന്ന് ഇരിക്കാനും. നമ്മുടെ റോസത്തോട്ടം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റോസത്തോട്ടത്തിലൂടെ ഇങ്ങനെ കണ്ട് അതിൻ്റെ സ്മെല്ലും നല്ലൊരു മണമാണ്. ഇവിടെ ഈ പരിസരം മുഴുവൻ നല്ല റോസിൻ്റെ മണമാണ്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണവും അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഹാരം കഴിക്കാനോ വിശ്രമിക്കാനോ അവരെല്ലാം അവിടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം തായ്ഫിൽ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കുക. അതുപോലെ ചെറിയ ബോട്ടിലുകളിലാണ് നമുക്ക് അത്തർ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഒറിജിനൽ സാധനം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ലൊരു റോസാപ്പൂവിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കിട്ടി. തായ്ഫിലാണ് ഈ ചെറിയൊരു ഫാക്ടറി. അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ലോഗുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.